ഹായ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ നിന്നൊരു പെൺകുട്ടി തമിഴ്നാട് ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ട്രെയിനിൽ പെൺകുട്ടി കയറിയ സമയം തന്നെ ഇരിക്കാനായിട്ട് സീറ്റ് നോക്കിയപ്പം ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഒരു സീറ്റിലിരിക്കുന്നു. പുരുഷൻ അല്പം നീങ്ങിയിരുന്നിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിയോട് അവിടെ ഇരുന്നോളാൻ. അപ്പോൾ പെൺകുട്ടിയെ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് സീറ്റിൽ രണ്ട് പുരുഷന്മാർ മാത്രമേ ഇരിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്ത ആളോട് പറഞ്ഞു, താങ്കൾ എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ 3 സ്ത്രീകൾക്ക് ഇവിടെ സൗകര്യപ്രദമായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് ഈ ആൾക്ക് ഇഷ്ടമായില്ല. അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, താൻ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി ആ 2 പുരുഷന്മാരോടൊപ്പം ആ സീറ്റിലിരുന്ന് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു അർദ്ധരാത്രിയൊക്കെ ആയപ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ആരോ ചെറുതായിട്ടൊന്ന് ചവിട്ടുന്നത് പോലെ തോന്നിയിട്ട് പെൺകുട്ടി ഇങ്ങനെ കാല് വലിച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരിക്കുന്നു. അപ്പോൾ ആ കുട്ടി വിചാരിച്ചു പുള്ളി ഉറക്കത്തിലായിരിക്കും. ഉറക്കത്തിലെങ്ങാണ്ട് കാലനക്കിയപ്പോൾ അറിയാതെ എൻ്റെ കാലിൽ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോഴും ആ കുട്ടി പിന്നെ നോക്കിയപ്പോൾ ഇയാൾ ഒരു കൂസലും ഇല്ലാതിരിക്കുന്നു. സാരമില്ലെന്ന് പറഞ്ഞ് ആ കുട്ടി വീണ്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. 3ാമത്തെ പ്രാവശ്യവും കുട്ടിയുടെ കാലിലിങ്ങനെ ചവിട്ടിയപ്പോൾ കുട്ടി ചോദിച്ച് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ഇയാളുടെ കാല് ഈ സീറ്റിൻ്റെ മേൽ വെച്ചോ എന്ന് പറഞ്ഞു. അതായത് പെൺകുട്ടിയുടെ കാലെടുത്ത് അയാളിരിക്കുന്ന സീറ്റിൻ്റെ മേൽ വെക്കാൻ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കാല് ഇവിടെ തന്നെ വെച്ചിരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി മൊബൈൽ എടുത്ത് ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നെങ്കിലും ഇയാളെ നിരീക്ഷിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ പെൺകുട്ടി ന്യൂസ് കേൾക്കുകയാണെന്ന് വിചാരിച്ച് പെൺകുട്ടി ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബാക്ക് സീറ്റിലോട്ട് പോയി. അവിടെ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ട്രെയിനിൻ്റെ തറയിൽ നല്ല പുതപ്പൊക്കെ പുതച്ച് മൂടി സുഖകരമായിട്ടുള്ള ഉറക്കം. അവരുടെ കൂടെ ഉറങ്ങിക്കിടന്ന ഒരു കൊച്ചു പെൺകുട്ടി, ഒരു 4-5 വയസ്സ് വരും. അതിനെ ഇയാൾ പോയി ചെന്ന് വാരിയെടുത്ത് അയാളുടെ സീറ്റിൽ കൊണ്ടുവന്ന് ആ പുതപ്പോടുകൂടി തന്നെ കൊച്ചിനെ കൊണ്ടുവന്ന് അയാളുടെ മടിയിൽ കിടത്തി. അപ്പോൾ കിടത്തിയപ്പോൾ ഈ പെൺകുട്ടി അവളുടെ അടുത്തിരുന്ന സീറ്റിലിരുന്ന ആളോട് ചോദിച്ചു, ഇത് ഇയാളുടെ കുഞ്ഞാണോ? അപ്പോൾ അയാൾ ഉറക്കത്തിൻ്റെ ഇതുകൊണ്ട് എന്നെന്തോ ആക്കിയിട്ട് അയാളങ്ങ് ഉറക്കത്തിലേക്ക് വീണു. വേറൊരാളോട് ചോദിച്ച്, ഇത് ഇയാളുടെ കുഞ്ഞാണോ? ഇയാൾ ട്രെയിനിൽ കയറിയപ്പോഴേ നിങ്ങളുണ്ടോ? ഇത് ഇയാളുടെ കുഞ്ഞ് അല്ലെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വീണ്ടും ഇയാളെ നല്ലതുപോലെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാളുടെ ഫോട്ടോ ഞാനിവിടെ ഒരു ഭാഗത്ത് വെച്ചേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പെൺകുട്ടി വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അയാളുടെ കുഞ്ഞിനെ പോലെ അങ്ങ് കെയർ ചെയ്ത് നോക്കുന്ന ആര് കണ്ടാലും അയാളുടെ കുഞ്ഞാണെന്നേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അയാൾ കുട്ടിയുടെ ഉടുപ്പ് നീക്കിയിട്ട് സ്വകാര്യ ഭാഗത്തേക്ക് സ്പർശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ പെൺകുട്ടി ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞാണോ എന്ന് ചോദിച്ചു. ആദ്യം ആണെന്നോ എന്തോ പറഞ്ഞ് പിന്നെ അല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾ കുട്ടിയെ കൂടുതൽ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നു. ഈ പെൺകുട്ടി ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി എഴുന്നേറ്റ് താൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അയാളുടെ ചെകിടത്ത് ഒരൊറ്റ അടിയും കൊടുത്തു. പിന്നെ ഈ പെൺകുട്ടി കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്ക്, ഈ കുഞ്ഞിനെ അയാൾ അതിക്രൂരമായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി അത് കണ്ടതുകൊണ്ട് എന്തായാലും ആ കുഞ്ഞിന് അതൊരു രക്ഷയായി. അതൊരു കാര്യം. അടി കൊടുത്തു ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. ആൾക്കാരെല്ലാം ഓടി വന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ വീട്ടുകാരും അറിയുന്നത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ കാര്യം.
അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ ട്രെയിനിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിൽ കയറിയാലും ആൾക്കാർ നന്നായിട്ട് ഉറക്കത്തിലേക്ക് വീഴും. ഈ രാത്രിയൊക്കെ ആകുമ്പോൾ പകലും ട്രെയിനിൽ കുഞ്ഞുങ്ങളെ വെച്ചിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്തുള്ളപ്പം നമ്മളങ്ങനെ ഗാഢനിദ്രയിൽ വീഴാൻ പാടില്ല. മനുഷ്യരാണ്, ഉറങ്ങിപ്പോവും. കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഉറക്കം വരും. പക്ഷേ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. ഇവർ ഇപ്പോൾ വിചാരിച്ചിരുന്നു അവരുടെ അടുത്ത് കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ചെന്ന് ഈ മാതിരി ചെയ്യുമെന്ന് ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് പിന്നെ വളരെ ഗാഢനിദ്രയിലായി പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ നേർക്ക്, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരുടെ നേർക്ക് എന്തുപദ്രവം വന്നാലും അവർക്ക് നിസ്സഹായരായിട്ട് അവരും ഉറങ്ങുമല്ലേ, അവർക്ക് സഹിക്കാനേ പറ്റുള്ളൂ. വലിയവരാണെങ്കിൽ ഒരു പക്ഷേ എതിർത്തെന്ന് വരും. എല്ലാവർക്കും ഇതൊരു പാഠവുമായിരിക്കണം. കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചിട്ട് ട്രെയിനിൽ അങ്ങ് മറന്ന് ഉറങ്ങരുത്. ഉറങ്ങിപ്പോകുന്നൊക്കെ ലൊട്ടിലൊടുക്കും ന്യായമൊക്കെ പറയും, പക്ഷേ പാടില്ല. കുഞ്ഞുങ്ങളടുത്ത് വെച്ച് കിടത്തുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം. ആ വീട്ടുകാർ കുഞ്ഞ് അവരുടെ അടുത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പെൺകുട്ടി ദൈവദൂതനെ പോലെ രക്ഷയ്ക്കായിട്ട് അവിടെ ദൈവം അയച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണല്ലോ കുട്ടി ഉണർന്നിരിക്കാനും ഇയാളുടെ ഈ ഹീനപ്രവൃത്തി അവളുടെ കണ്ണിൽ പെടാനും അവൾ വീഡിയോ എടുക്കാനും അവൾക്ക് തോന്നിയത്. നല്ല ഒരടി അങ്ങ് വെച്ച് കൊടുത്തു. ബാക്കിയുള്ള ആൾക്കാർ എല്ലാം അപ്പോഴത്തേക്ക് ഓടി വന്ന് പോലീസിനെ അറിയിച്ചു. അന്നേരം അയാൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് കണ്ടതെന്ന് ചോദിച്ചു. കണ്ടത് നീ തെളിവുണ്ടോയെന്ന് ചോദിച്ചു. നല്ല ഭംഗിയായിട്ട് മൊബൈലെടുത്ത് ഓൺ ചെയ്ത് ഇയാൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചതെല്ലാം കാണിച്ചു കൊടുത്തു. പിന്നെ അവന് എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥ ആയിപ്പോയി. കുഞ്ഞു മക്കളെ, അവൻ കല്യാണം കഴിഞ്ഞവനാണ്, അവന് മക്കൾ വീട്ടിൽ ഉണ്ടോ, ഭാര്യ ഉണ്ടോ, ഇതൊന്നുമല്ല. ഇത്രയും പൊടി കുഞ്ഞുങ്ങളെ ഇത്രയും പബ്ലിക്കായിട്ട് ട്രെയിനിനകത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങുന്നെങ്കിലും മറ്റൊരു വീട്ടുകാരുടെ ഒപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് ഫ്രണ്ട് സീറ്റിൽ നിറയെ ആളിരിപ്പുണ്ട്. എന്നിട്ടും ഇത് ചെയ്യാൻ മടിക്കാത്തവൻ, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാനൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇവൻ എത്ര കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കാണും. ആരുടെയും കണ്ണിൽ പെടാത്തത് കൊണ്ട്, കുഞ്ഞുങ്ങളാരും വീട്ടിൽ ചെന്ന് പറയാത്തത് കൊണ്ട് ഇവൻ രക്ഷപ്പെട്ട് നടക്കുമായിരുന്നു. പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ. ഈ പെൺകുട്ടി പോലീസിനെ വിളിച്ച് ഈ വീഡിയോ എല്ലാം പോലീസിന് കാണിച്ചു കൊടുത്ത് പോലീസ് അവനെ വന്ന് വിലങ്ങിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ഇതോടുകൂടി ആ വീഡിയോ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 3-4 ദിവസത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ വളരെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ട്രെയിനിൽ കയറുന്നവർ വളരെ, ട്രെയിനിലായാലും ബസ്സിലായാലും ഉറക്കമെന്ന് പറയുന്നത് മനുഷ്യന് വന്നു പോയാൽ അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറുമ്പോൾ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം ട്രെയിനിൽ പിന്നെ ആര് എവിടെ ഉറങ്ങുന്നു പോകുന്നു ഇതൊന്നും ആൾക്കാരങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ബസ്സിലാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരും. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാമല്ലോ. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്, ഏതാണെന്ന് ചെയ്യുന്ന ഒരു പിടിയില്ല. എന്തായാലും ഈ ഒരു പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ധീരത റിപ്പബ്ലിക് ഡേയിലോ അങ്ങനെയുള്ളതിൽ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കൂടെ പരിഗണിക്കണം. കാരണം ഒരു ആണ് ചെയ്യാൻ തയ്യാറാകാത്തൊരു കാര്യമാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് വളരെ ശ്രദ്ധയോടെ അത് ആ കുട്ടിയെ പിന്നെ കുട്ടിയെ ശ്രദ്ധിച്ചു, അയാളെ ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞു. മോളെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടപ്പോൾ, ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ അഭിനന്ദിച്ചാലും മതി വരത്തില്ല. കാരണം അസമയത്ത് ഒരു പുരുഷനോട് എതിർത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിക്കുക, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കുഞ്ഞിനെ കൂടെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വായ കൊണ്ട് പറയുന്നെങ്കിൽ ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്ന എന്തെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പിന്നെ അവസ്ഥയായിരിക്കും. കുട്ടി സധൈര്യം ആ ഒരു സമയത്ത് ആ കുട്ടി ധൈര്യപൂർവ്വം പ്രവർത്തിച്ചു. അതിനെത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നരാധമന്മാരെ
സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇവനെയൊക്കെ പുറം ലോകം കാണാത്ത വിധത്തിൽ ഇരുമ്പഴിക്കുള്ളിൽ അടച്ച് തന്നെ ഇടണം. ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണാനോ ഒരു കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കാനോ ഇടവരരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പം ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സംഭവം പിന്നെ എല്ലാവരും അറിയട്ടെ എന്ന്, എല്ലാവരും അറിഞ്ഞാണ് മാധ്യമങ്ങൾ കൂടി, എങ്കിലും ഇത് കൂടുതൽ ആളുകളിൽ എത്താനൊരു കാരണമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ട്രെയിനിൽ കയറുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കരുതണം. കാരണം ഇങ്ങനെയുള്ള അധമന്മാർ വന്ന് കയറും, എവിടെ ആരും ഉപദ്രവിക്കട്ടെന്ന് പറഞ്ഞ്. അപ്പോഴായിരിക്കും പാവം പിടിച്ച നിസ്സഹായരായ കുഞ്ഞുങ്ങളാ കയ്യിൽ കിട്ടുന്നത്. ഉടനെ കുഞ്ഞുങ്ങളുടെ നേർക്ക് തിരിയും. വലിയവരുടെ നേർക്ക് തിരിഞ്ഞാൽ വിവരം അറിയുമെന്നറിയാമല്ലോ, വലിയൊരു പ്രതിയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ട്രെയിനിൽ കയറുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ഹായ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോടൊപ്പം സഹകരിക്കുക. ബൈ.